ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വാല അലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, സ്നേഹക്കൂടിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ബഹുമാനനായ പ്രൊഫസർ കെ.പി. സർ നമുക്ക് അദ്ദേഹത്തിന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഭൂരിഭാഗവും നമ്മുടെ എപ്പിസോഡുകളിൽ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കണം. അൽഹംദുലില്ലാ, ഒരുപാട് കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാനും പല പ്രശ്നങ്ങളും പരിഹരിക്കാനും പീസ് റേഡിയോ സ്നേഹക്കൂട് കൊണ്ടൊക്കെ സാധിക്കുന്നു എന്ന് അറിയുന്ന നമുക്ക് സന്തോഷമുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ നമുക്കിടമുണ്ട് എന്നത് ആശ്വസിക്കാൻ പറ്റുന്നതാണ്. അള്ളാഹു അതൊക്കെ നിലനിർത്തി തെരുമാറാവട്ടെ. ഏതായിരുന്നാലും കുടുംബവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും നമ്മൾ ചർച്ച. അതിൽ മക്കളെ വിഷയങ്ങൾ വരാറുണ്ട്, അതുപോലെ പാരൻസ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ വരാറുണ്ട്, ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അവരുടെ കുടുംബജീവിതം ഏറ്റവും നന്നായി മുന്നോട്ട് പോകാനുള്ള ടിപ്പുകളാണ് മനഃശാസ്ത്രപരമായിട്ട് നിങ്ങളുടെ അടുത്ത് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സഹോദരിമാർ പലപ്പോഴായി ചോദിച്ച ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നമ്മുടെ ചർച്ച ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ നന്നാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പറയാനുള്ള ഒരു ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് സ്ത്രീകൾ ആ സമയത്ത് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, അതുപോലെ അവരുടെ മൂഡ് ചേഞ്ച്, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ആമുഖത്തോട് കൂടിയിട്ട് നമുക്കത് ആരംഭിക്കാം. മെനോപോസിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചത്. മെനോപോസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന, ഒരു കുടുംബിനി ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും പുരുഷന്മാർ, ഭർത്താക്കന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവോ ധാരണയോ ഇല്ലാത്തവരാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വരുന്ന വലിയ മാറ്റം, ഒപ്പം തന്നെ മനസ്സിലും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. സാധാരണഗതിയിൽ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുന്നത് ബിറ്റ്വീൻ 45 ആൻഡ് 55, അതാണ് സാധാരണ പറയാറുള്ളത്. അത് ചിലപ്പോൾ നേരത്തെ ഒരു 40, 42, 43 വയസ്സിൽ ചിലപ്പോൾ സംഭവിക്കുക, ചിലപ്പോൾ വളരെ ലേറ്റായിട്ട് മെനോപോസ് സംഭവിക്കാം. ഇത് ഒരു വ്യക്തിയുടെ ആരോഗ്യം, അവരുടെ പാരമ്പര്യം, മറ്റു പല ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഈ ആർത്തവ വിരാമം ഉണ്ടാകുന്ന മെനോപോസ് സ്റ്റേജിൽ ഒരു പെണ്ണ് അനുഭവിക്കുന്ന മാനസികമായ, ശാരീരികമായ അവശതകൾ, പ്രയാസങ്ങൾ എന്ത് എന്ന് കൃത്യമായി പുരുഷന്മാർ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. കാരണം ഇണയും തുണയുമായിട്ട് ജീവിക്കേണ്ടവരാണ് രണ്ടുപേരും. ഒരാളുടെ മാനസിക വ്യാപാരങ്ങളിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ദാമ്പത്യ ജീവിതത്തെ സാരമായി ബാധിച്ചേക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അറിവില്ലാതെ വരുമ്പോൾ ഒരു എടുത്തുചാട്ടം, അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള വിസ്ഫോടനങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പുരുഷന്മാർ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഔട്ട്ബേസ്റ്റ്, പൊട്ടിത്തെറി ഒഴിവാക്കാൻ ഉപകരിക്കുന്ന ഒരു അറിവ് കൂടിയാണ് യഥാർത്ഥത്തിൽ മെനോപോസിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടും ചർച്ചക്കെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് മെനോപോസ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഒരു ടാബു, അല്ലെങ്കിൽ സോഷ്യലി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാത്ത, സമൂഹത്തിൽ ചർച്ച ചെയ്യാത്ത കുറേ വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണിത്. കാരണം അത് സ്വകാര്യമായി വെക്കുന്നു. പക്ഷേ ഈ സ്വകാര്യമായി വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള അറിവ് കിട്ടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് പീസ് റേഡിയോ പോലെയുള്ള ഒരു സംവിധാനത്തിൽ കൂടി ശരിയായിട്ടുള്ള അറിവ് പങ്കുവെക്കുക, ഷെയർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഓക്കെ, നിങ്ങൾ പറഞ്ഞു വെച്ചത് തന്നെയാണ്, ഒരു ആമുഖമായി കിട്ടിയത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പുരുഷന്മാരെ പോലെ അല്ല അവർ. കാരണം അവർക്ക് ഓരോ മാസത്തിൽ അവരുടെ ആർത്തവ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചില സ്ത്രീകൾ ആർത്തവത്തിന് മുമ്പ് അവരുടെ ഒരു മൂഡ് ചേഞ്ചിങ്, അല്ലേ, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സ്ത്രീകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ആർത്തവത്തിൻ്റെ സമയത്ത് പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്. അതുപോലെ ആർത്തവം കഴിഞ്ഞ ഉടനുള്ള ഒരു 3-4 ദിവസങ്ങളിൽ ഇത് ഓരോ പേഴ്സണെ അനുസരിച്ച്, ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെയൊക്കെ പുരുഷന്മാരായ നമ്മൾ, ഭർത്താക്കന്മാർ, അവിടെ മക്കൾ, എല്ലാവരും ഉണ്ട്. നമുക്ക് നമ്മുടെ ലൈഫായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് വരെ. അപ്പം അതിൽ പലപ്പോഴും എന്താപ്പോൾ എന്നോട് ഇത്ര ഈ ദേഷ്യപ്പെടാൻ, ഞാൻ എന്താപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്തുവോ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയിട്ട് അവസാനം അതൊരു വലിയ തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ എന്താണ്, പുരുഷന്മാർ, അവിടെ ആൺകുട്ടികളാണെങ്കിൽ ആൺമക്കൾ, അതല്ലെങ്കിൽ വീട്ടിലെ മറ്റു അംഗങ്ങൾ, ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നന്നാവുമെന്ന് തോന്നുന്നു. ഇതിൽ എനിക്ക് ആമുഖമായി പറയാനുള്ളത് ഭാര്യാഭർത്തൃ ജീവിതം, അതാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഒരു ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ച് ശരിയായി മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വയസ്സ്, ഇപ്പോൾ 18 വയസ്സിലുള്ള
ശാരീരിക മാനസികാവസ്ഥയല്ല ഒരു 35-40 അല്ലെങ്കിൽ 45 വയസ്സിലുണ്ടാവുക. ഓരോ ഏജ് മാറുന്നതിനനുസരിച്ച് അതിൻ്റേതായ മാനസിക വ്യത്യാസങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെനോപോസ് സ്റ്റേജിലെത്തുന്ന ആർത്തവ വിരാമത്തിലേക്ക് എത്തുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത്, അതാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. അത് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ സംഗതി, ഇമോഷണലായിട്ട് വൈകാരികമായിട്ടുള്ള ഒരു മരവിപ്പ്, അല്ലെങ്കിൽ ഞാൻ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല, കെയർ ചെയ്യപ്പെടുന്നില്ല, എൻ്റെ ഭർത്താവിന് എന്നോട് വേണ്ടത്ര ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫീല് കൂടുതൽ സംഭവിക്കുന്ന ഒരു പ്രായമാണിത്. കാരണം മുമ്പ് ശരീരം വളരെ പ്രോപ്പറായി വർക്ക് ചെയ്ത സെക്സ്വൽ എനർജി, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അവരുടെ അപ്പിയറൻസ് ആണെങ്കിലും ലൈംഗികമായിട്ടുള്ള അവരുടെ പ്രകടനങ്ങളാണെങ്കിലും വളരെ നല്ല രൂപത്തിൽ ലൈവായി നടന്ന കാര്യങ്ങൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ലോ സെൽഫ് എസ്റ്റീം, സ്വന്തത്തോട് തന്നെ ഒരു തരം അപകർഷതാബോധം അവർക്കുണ്ടാവും. ഇതിന് ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ് ആണ്. അതായത് ഈ മെനോപോസ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് പെണ്ണിൻ്റെ ശരീരത്തിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, കെമിക്കൽ റിയാക്ഷൻസ് സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിനെ ബാധിക്കും. അപ്പോൾ ഇവിടെ അവർക്ക് കിട്ടേണ്ടത് പരിഗണനയാണ്, ശ്രദ്ധയാണ്, തലോടലാണ്. കൂടുതൽ ശ്രദ്ധ കിട്ടേണ്ട, അംഗീകാരം കിട്ടേണ്ട, സെൻസ് ഓഫ് റെക്കഗ്നിഷൻ എന്നൊക്കെ നമ്മൾ പറയും, അത് കിട്ടുന്നതിന് ബദൽ ഒരുപാട് ടെൻഷൻസ് പേറാൻ അവർ വിധിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഒരു ഉമ്മ എന്നുള്ള അർത്ഥത്തിൽ കുടുംബത്തിൻ്റെ ഒരു വലിയ ഭാരം, മക്കളുണ്ടാവും, ആ മക്കളെ പാരൻ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ഒരു ത്യാഗം തന്നെയാണ്. 4-5 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പോറ്റി വളർത്തുന്ന സന്ദർഭത്തിൽ അവരുടെ ശരീരം വഴങ്ങാത്തൊരവസ്ഥ വരും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഭർത്താവിൽ നിന്ന് ഒരു കെയറിങ് കൂടുതൽ കിട്ടേണ്ട സമയമാണ് ആർത്തവ വിരാമത്തിൻ്റെ ഈ സ്റ്റേജ്. എന്നാൽ ഇനി ഭർത്താവ് ഗൾഫുകാരനാണെങ്കിൽ പ്രത്യേകിച്ച് പാരൻറ്റിങ്ങിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ആ സ്ത്രീയുടെ ചുമലിലായിരിക്കും. അപ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് ശരീരം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളോട് നെഗറ്റീവായിട്ടായിരിക്കും അവരും പ്രതികരിക്കുക. ഇത് മക്കളോട് ദേഷ്യപ്പെടാനും, ആ കുടുംബത്തിൽ ഇപ്പോൾ അമ്മായിമ്മയുണ്ട്, അമ്മോശനുണ്ട്, മറ്റു കുടുംബാംഗങ്ങളുണ്ട്, ഏറെ സമയം അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരീരം സ്വാഭാവികമായിട്ടും ടയേർഡാണ്. അപ്പോൾ ആ ടയർഡ്നെസ്സിനോടൊപ്പം കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ കുടുംബത്തിൽ പ്രത്യേകിച്ച് മക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമ്പോൾ അത് അവരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. അപ്പോൾ അവർക്കൊരു തരം ലോൺലിനെസ്, ഒറ്റപ്പെടുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ കെയറിങ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ ഏത് ഘട്ടത്തിലാണെങ്കിലും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും സ്വന്തക്കാരായ ആളുകളിൽ നിന്ന്, അത് മക്കളാണെങ്കിൽ ഉപ്പമാരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന്, ഭാര്യയാണെങ്കിൽ തൻ്റെ ഭർത്താവിൽ നിന്ന് കെയറിങ് ലഭിക്കുക എന്നതാണ് ഒരു സ്ത്രീ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അത് വളരെയധികം അത്യാവശ്യമുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ആ ഒരു സന്ദർഭമാണ് ഈ ആർത്തവിരാമത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭർത്താക്കന്മാരായ നമ്മളെ പോലെയുള്ള ആളുകൾ നന്നായി ശ്രദ്ധിക്കുകയും അവരുടെ ജീവിതം ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താനും അതേപോലെ തന്നെ മാനസിക സംഘർഷങ്ങളില്ലാത്ത സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാനും നമ്മുടെ ഭാഗത്തുള്ള ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെ കുറ്റപ്പെടുത്തലുകളും അതേപോലെ തന്നെ ആക്ഷേപങ്ങൾ ചൊരികളല്ല എന്നുള്ളതാണ് നമ്മളോട് സാർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ നല്ലൊരു കെയറിങ് ആ ഒരു സമയത്ത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ പിന്നെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് പുരുഷന്മാർ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതില്ലേ? അവരുടെ ശരീരത്തിൽ ക്ഷീണം, ഫാറ്റീഗ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം അതുവരെ പ്രൊഡക്റ്റീവായി ക്രിയാത്മകമായി വർക്ക് ചെയ്ത ഒരു ശരീരത്തിന് അതിൻ്റെ താളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ. ഇതൊക്കെ ഈ പ്രോസസ്സൊക്കെ നിർവഹിച്ച ഒരു പെണ്ണ്, ഇപ്പോൾ ചിലപ്പോൾ 6 കുട്ടികൾ അല്ലെങ്കിൽ 7 കുട്ടികൾ, പണ്ടത്തെ കാലത്താണെങ്കിൽ 10 കുട്ടികൾ വരെ, അല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 10 മക്കളെ പെറ്റു പോറ്റി വളർത്തി ഒരു സ്റ്റേജിലെത്തുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ശാരീരികമായിട്ട് അവർ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ആ സമയത്ത് അവരുടെ സൗന്ദര്യത്തിലും രൂപത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ആ പ്രായത്തിനനുസരിച്ച് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ആ സമയത്ത് ബോഡി ഇമേജിൽ അവർക്ക് തന്നെ ഒരു തരം അപകർഷതാബോധം പ്രത്യക്ഷപ്പെടും. കാരണം ആ പ്രായത്തിനനുസരിച്ചുള്ള ചുളിവുകൾ, അല്ലെങ്കിൽ ശരീരം മെലിയുക, അല്ലെങ്കിൽ ക്ഷീണിക്കുക, ഇതൊക്കെ അവിടെ യാന്ത്രികമായി അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഈ സമയത്ത് ഭർത്താവിൽ നിന്നോ കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നോ ബോഡി ഷെയിം ചെയ്യുന്ന, ശരീരത്തിൻ്റെ ആകാരത്തെ സംബന്ധിച്ച് കുറ്റം പറയുന്ന ഒരു ചെറിയ വാക്കുണ്ടായാൽ പോലും ആ ഒരു ചെറിയ സ്പാർക്ക് എന്താകും, അവരുടെ മൊത്തം ഇമോഷൻസിനെ ബാധിക്കും. പെട്ടെന്ന് എരുതിക്ക് എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായിരിക്കും അത്. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ ആ സമയത്ത് ഒരിക്കലും പ്രകടിപ്പിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മൂഡിൻ്റെ മാറ്റങ്ങളാണ്. മൂഡ് സ്വിങ് ചെയ്യാന്ന് പറയാം. മൂഡ് പെട്ടെന്നായിരിക്കും മാറുക.
ചിലപ്പോൾ നമ്മളൊരു തമാശ നോർമലായി പറഞ്ഞതായിരിക്കും. പക്ഷേ ആ പറഞ്ഞ തമാശ അവർ ഉള്ളിൻ്റെ ഉള്ളിലേക്കത് എടുത്തിട്ട് അതിനെ ചൊല്ലിയായിരിക്കും പിന്നെ തർക്കങ്ങളും വഴക്കും വക്കാണങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അവരെ ഇകഴ്ത്തുന്ന, കുറ്റപ്പെടുത്തുന്ന, അവരുടെ പേഴ്സണൽ സെൽഫ് എസ്റ്റീമിന് ഒരു ഭംഗം വരുത്തുന്ന, മുറിവുണ്ടാക്കുന്ന സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഭർത്താവും മക്കളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മെമ്മറി ലോസ്. ഈ പ്രായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല സ്ത്രീകളും പരാതിപ്പെടുന്ന ഒരു വിഷയമാണ് എന്ത്, എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ മനസ്സ് അത്രത്തോളം ടർബുലൻ്റ് ആണ്, അല്ലെങ്കിൽ അത്രത്തോളം മാനസികമായ പ്രയാസങ്ങൾ അവർ സഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ മെമ്മറിയെ ബാധിക്കുന്നുണ്ട്. കാരണം ഷെയറിങ്ങും കെയറിങ്ങും ഏറ്റവും കൂടുതൽ കിട്ടേണ്ട പ്രായത്തിൽ അത് കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത് ഓർമ്മ തകരാറാണ്. അപ്പോൾ മെമ്മറി ലോസ് എന്നുള്ളത് ഈ പ്രായത്തിലുണ്ടാകുന്ന ഒരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഫാറ്റീഗ്, ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്വന്തത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം. അതുപോലെ ആത്മവിശ്വാസം കുറയും. പണ്ടൊക്കെ കാര്യങ്ങൾ വളരെ മനോഹരമായി ധൈര്യത്തോടു കൂടി ഒറ്റയ്ക്ക് ചെയ്ത ഒരു സ്ത്രീക്ക് ഈ പ്രായമെത്തുമ്പോൾ, അല്ലെങ്കിൽ മെനോപോസ് സ്റ്റേജിലേക്ക് അവൾ എത്തുമ്പോൾ അവളുടെ കോൺഫിഡൻസ് സ്റ്റാറ്റസ് കുറയും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് കൂട്ടുന്ന സംസാരമാണ് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. നോർമലി എന്താ ഉണ്ടാവുക? എല്ലാ കാര്യങ്ങളിലും പ്രകടനം വീക്കാവുന്ന ഘട്ടത്തിൽ ഭർത്താവ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ ആ ഭാഗത്ത് വീണ്ടും ഭർത്താവ് കുറ്റപ്പെടുത്തുകയാണ്. ഇത് അവരുടെ കോൺഫിഡൻസ് ലെവൽ വീണ്ടും താഴോട്ടാണ് കൊണ്ടുവരിക. നേരെ മറിച്ച് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പെണ്ണ് മനോഹരമായിട്ട് പാചകം ചെയ്തിരുന്നു. ഈ സ്റ്റേജ് എത്തുമ്പോൾ അവൾക്ക് ഇത്തരം കാര്യങ്ങളോടൊക്കെ ചിലപ്പോൾ ഒരു താല്പര്യം കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ പണ്ടുണ്ടാക്കി അത്ര ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കാതെ വന്നേക്കാം. സ്വാഭാവികമായിട്ട് നല്ല ഫുഡ് ഇഷ്ടപ്പെടുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ടേസ്റ്റ് മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങൾ വരും. ഈ അഭിപ്രായം അയാൾ സ്വാഭാവികമായിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ പെണ്ണ് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ലേ, വേറെ കല്യാണം കഴിക്കണം എന്നുള്ള താല്പര്യം വരുന്നുണ്ടല്ലേ, ഈ രൂപത്തിലേക്കാണ് അത് കൊണ്ടുപോകുക. കാരണം സെക്സ്വലായിട്ട്, ലൈംഗികമായിട്ട് ഒരു തരം ഫ്രിജിഡിറ്റിയിലേക്ക്, മനവിപ്പിലേക്ക് സ്വാഭാവികമായ അവരുടെ ശരീരത്തിൽ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ അവരുടെ വെജൈനൽ പെർഫോമൻസ് സാധാരണ പറയുന്ന ഒരു സംഗതിയാണ്. അവിടെ പണ്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഈ മെനോപോസ് സ്റ്റേജ് എത്തുമ്പോൾ ഉണ്ടാവുക. അവിടെ ഒരു ഡ്രൈനസ് പ്രത്യക്ഷപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സെക്സ്വൽ ഇൻ്റർകോഴ്സിൻ്റെ ആ ഒരു എണ്ണവും അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യവും ഭർത്താവിന് തന്നെ കുറയാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും പെണ്ണിന് ഫീൽ ചെയ്യാണ് എന്ത്, എന്നോട് എൻ്റെ ഭർത്താവിന് ഇമോഷണൽ ഇൻറ്റിമസിയും സെക്സ്വൽ ഇൻറ്റിമസിയും ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇത് വീണ്ടും അവരുടെ ഫ്രസ്ട്രേഷൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതം എന്നത് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒക്കെയാണ് പലപ്പോഴും മുന്നോട്ട് പോവുക. അപ്പോൾ അവിടെ വളരെയധികം കരുതലും ശ്രദ്ധയും അതുപോലെ തന്നെ പരസ്പരം സഹകരണങ്ങളും ഷെയറിങ്ങും ഒക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ബയോളജിക്കലി ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഓരോ മാസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷനെ സംബന്ധിച്ച് അത്രത്തോളം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥയിൽ പല വേരിയേഷനുകൾ, പലപ്പോഴും ചിലപ്പോൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കരയാം, വാശി പിടിക്കാം, ദേഷ്യം പിടിക്കാം, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിൻ്റെ സമയത്ത് കെയറിങ് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ശാരീരികമായ ഈ മാറ്റങ്ങളിൽ അവരുടെ ശരീരത്തിൽ ക്ഷീണമുണ്ടാവാം, ചില നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ സമയത്ത് നടക്കണമെന്നില്ല. അതുപോലെ തന്നെ അവരുടെ വളരെ ആക്റ്റീവായി നിന്ന പല ആളുകൾക്കും അത്ര ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. മക്കളുടെ കാര്യം ഒരു പക്ഷേ അതുവരെ കംപ്ലീറ്റ് നോക്കിയിരുന്ന അവർക്ക് അതിലും ഒരു ഗുഡ് പെർഫോമൻസ് നടത്താൻ സാധിക്കണമെന്നില്ല. കുറ്റപ്പെടുത്താൻ ഈ ഒരു സന്ദർഭം ഒരു പക്ഷേ നമുക്ക് ഒരുപാട് മതിയാവും ഭർത്താക്കന്മാർക്ക്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാര്യ ആ ഒരു ഘട്ടത്തിൽ വളരെയധികം പല ശാരീരികമായ പ്രയാസങ്ങളെക്കാൾ മാനസികമായ പ്രയാസങ്ങളോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇടപെടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ബോഡി ഷേമിംഗ്, ഈ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും ഒരു നെഗറ്റീവ് വാക്ക് നമ്മുടെ അടുത്ത് അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അത് ഏത് കാര്യത്തിലാണ് ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഒരിക്കലും അങ്ങനെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സർ നിങ്ങൾ പലപ്പോഴും ഇതുപോലുള്ള ചർച്ചകൾ ചെയ്യാൻ, പ്രത്യേകിച്ച് ഇതുപോലുള്ള പല പ്ലാറ്റ്ഫോമിൽ മടിയായിരിക്കും. കാരണം ഇതൊക്കെ മറച്ചു വെക്കേണ്ടതാണ്, ഇതൊന്നും തുറന്ന് പറയേണ്ടതല്ല, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി കിട്ടൂലേ എന്നുള്ള കാഴ്ചപ്പാടൊക്കെയാണ് ഇപ്പോഴും സമൂഹത്തിലുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരിമാരാണ്, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പല സഹോദരിമാരും വളരെ ഇതുപോലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വ്യംഗ്യമായ ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ അടുത്തുള്ള കുറ്റപ്പെടുത്തലുകൾ വെച്ച് നമുക്ക് ഫീഡ്ബാക്കുകൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം വളരെ ഓപ്പണായിട്ട് നമ്മൾ പറയുന്നതിലൂടെ ആ കുടുംബത്തിലേക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു ഭാഗത്തേക്ക്, ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ പുരുഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് തന്നെ നമുക്ക് പറയാമെന്ന് തോന്നുന്നു. ഇവിടെ ഇസ്ലാമിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം,
മവദ്ദത്ത് റഹ്മത്ത് അല്ലേ? ഈ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം, പ്രേമം, ഈ ഒരു വികാരം അത് മലയാള വാക്കിൽ കൂടി ഒരിക്കലും നമുക്ക് ബോധിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വിഷയമാണത്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജ് അവിടെ റഹ്മത്താണ് പറയുന്നത്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ രൂപം കൊള്ളേണ്ട രണ്ടാമത്തെ കാര്യം കാരുണ്യമാണ്. അതായത് എനിക്ക് 5 മക്കളെ നൽകിയ അല്ലെങ്കിൽ 6 മക്കളെ നൽകിയ എൻ്റെ ഭാര്യ, അവൾ ഒരു ഉമ്മയാണ്. അപ്പോൾ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്യാഗത്തിൻ്റെ വലിപ്പം വളരെ വലുതാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് അവൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല, അത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു മാറ്റം അവിടെ വരികയാണ്. സ്വാഭാവികമായിട്ട് ആദ്യ വർഷങ്ങളിൽ, കല്യാണം കഴിഞ്ഞ ആദ്യ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ലൈംഗികമായിട്ടുള്ള ആ ഒരു അഭിനിവേശം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല. അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് 45 വയസ്സാകുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 50-52 വയസ്സായിരിക്കും. അപ്പോൾ ഈ 52-ാമത്തെ അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിൽ പുരുഷൻ ലൈംഗികമായിട്ട് വളരെ എനർജറ്റിക്കാണ്, അവിടെ പ്രശ്നങ്ങളൊന്നും അയാൾക്കില്ല. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഈ ഫാക്ടേഴ്സ് അവരുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട്, മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യത്തിന്, ലൈംഗികമായിട്ടുള്ള ഇൻ്റർകോഴ്സിന് ഭാര്യ സമ്മതം കൊടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് ആണ് അല്ലെ? മുമ്പുണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസ് ലൈംഗിക വിഷയത്തിൽ അവർക്ക് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ചിലപ്പോൾ സെക്സ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന അമിതമായ വേദന ആയിരിക്കും. അപ്പോൾ ഈ വേദന എന്നുള്ളത്, പെയിൻഫുൾ സെക്സ് എന്നുള്ളത് അവർക്ക് അനുഭവിക്കുന്നതോടുകൂടി അവർ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വിഡ്രോ ചെയ്യും. ഇത് മാനസികമായി കണക്റ്റഡ് ആണ്. അതായത് എനിക്കിപ്പോൾ ഒരാൾ റിട്ടയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ സാധാരണ പറയാം, റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ മനസ്സ് റിട്ടയർ ആവുന്നുണ്ട് അല്ലേ? ഇപ്പോൾ 55-56 വയസ്സിലാണ് ഇന്ന് കേരള സർക്കാരിൻ്റെ നിയമപ്രകാരം റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ 55 എത്തുന്നതിന് മുമ്പ് തന്നെ മാനസികമായി റിട്ടയർ ചെയ്യുന്നവരുണ്ട്, 50-ാമത്തെ വയസ്സിലും 51-ലൊക്കെ. പിന്നെ അവരിങ്ങനെ ആലോചിച്ച് ഓവർ തിങ്കിങ് ആണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. ഇത് അവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മെനോപോസ് സ്റ്റേജിലേക്ക് വരികയാണ്. ഇത് മെനോപോസ് സ്റ്റേജ് എത്തി അല്ലെങ്കിൽ ആ പ്രായം കഴിഞ്ഞ സ്ത്രീകളുമായിട്ട് ഇവർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഇപ്പോൾ ഇങ്ങനെയാണ്, വേണ്ടാത്ത കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ സ്ത്രീകളിൽ നിന്ന് തന്നെ ഭാര്യമാർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പേടി, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹത്തിലേക്ക് പോകുമോ, ഞാൻ വഴിയാധാരമാകുമോ, ഈ ഒരു ഒറ്റപ്പെടുന്ന ഒരു ചിന്ത ആദ്യമേ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെ ഉദ്ദീപിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആക്കം കൂട്ടുന്ന സംസാരങ്ങൾ കൂടി വന്നാൽ പിന്നെ ഉറപ്പിച്ചു അല്ലേ, നിങ്ങൾ ഇപ്പോൾ വേറെ കല്യാണം കഴിക്കും എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ടാവുകയാണ്. ഇദ്ദേഹം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ അല്ല, അവൾക്കത് ഫീൽ ചെയ്യും. കാരണം മുമ്പ് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ ലൈംഗികമായിട്ടുള്ള പങ്കാളിയായി വർക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ പെരുമാറിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ അംഗീകാരം അല്ലെങ്കിൽ സാമീപ്യം, വൈകാരികമായിട്ടുള്ള ആ ഒരു കരുത്ത്, ഇതൊക്കെ ഇപ്പോൾ മിസ്സായിട്ട് അവൾക്ക് ഫീൽ ചെയ്യാണ്. സ്വാഭാവികമായിട്ട് പിന്നെ അവൾ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ഓട്ടോ സജഷൻ കൊടുക്കുന്നതിന് പകരം നെഗറ്റീവായ സംസാരങ്ങൾ സ്വന്തത്തോട് നടത്തിക്കൊണ്ടിരിക്കും. ഇത് അവളിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം ഈ സമയത്ത് സ്ത്രീയോട് പെരുമാറേണ്ടത്. ഈ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ, പ്രത്യേകിച്ച് അധ്യാപകന്മാർ അല്ലേ? ഈ സമയത്ത് മാനസികമായ ഒരു ഫ്രസ്ട്രേറ്റഡ് മൂഡിലാണ് സ്ത്രീ ഉള്ളത്. ഫോർ എക്സാമ്പിൾ റിട്ടയർമെൻറ്റ് ഏജിലേക്കൊക്കെ എത്തിയ പെണ്ണാണെങ്കിൽ അവൾ മെനോപോസ് സ്റ്റേജിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മക്കളോട്, അവർ പഠിപ്പിക്കുന്ന മക്കളോട് വളരെ നല്ല രൂപത്തിൽ പെരുമാറാൻ പോലും അവർക്ക് സാധിക്കാതെ വരും. കാരണം അവരുടെ പ്രായമാണ് അവിടെ ഇതിനവരെ പ്രേരിപ്പിക്കുന്നത്. ഇത് കുട്ടികൾക്കും അറിയില്ല. കുട്ടികൾ തന്നെ ചോദിക്കും, എന്താണ് ഈ ടീച്ചർ എന്നോട് വെറുതെ ദേഷ്യപ്പെടുന്നത്? കാരണം അവർക്കിത് ചിലപ്പോൾ വീട്ടിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല, ഭർത്താവിനോടോ അമ്മായിമ്മയോടോ മറ്റുള്ളവരോടോ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ദേഷ്യം മുഴുവനും ഈ ടീച്ചർ കാട്ടിക്കൂട്ടുകാരോടാണ്, കുട്ടികളോടായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സോഷ്യൽ അവെയർനെസ്, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് ഹൈഡ് ചെയ്തിട്ട് കാര്യമല്ല. കാരണം ഇതിനേക്കാളും വലിയ വിവരങ്ങൾ ചെറിയ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും ആർക്കും അറിയില്ല എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നിട്ടും കാര്യമല്ല. കുട്ടികൾ ഇതിൽ PhD ഉള്ളവരാണ്. അതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുക. ഓക്കെ, ഏതായിരുന്നാലും ഇവിടെ പുരുഷന്മാർ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരും അഥവാ ഭാര്യമാർ, ഉമ്മമാർ, ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും നമ്മളെ ഓൾറെഡി ജീവിതത്തിൽ ഒരു മടുപ്പുളവാക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുക. അത് ആരായിരുന്നാലും, അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല.
എന്നെക്കുറിച്ച് എനിക്ക് മോശമായ ചിന്തകൾ വന്നു തുടങ്ങിയാൽ പിന്നീട് എനിക്കൊരു വളർച്ചയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. അപ്പോൾ അവിടെ പോസിറ്റീവ് ഓട്ടോ സജഷൻ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. എനിക്ക് ശാരീരികമായ പ്രയാസങ്ങളൊന്നുമില്ല, എനിക്ക് മുമ്പ് കിട്ടുന്ന സ്നേഹങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എനിക്ക് എവിടെയെങ്കിലും വീക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പെരുമാറ്റങ്ങളിലൂടെ നന്നാക്കി തീർക്കും എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഈ ഒരു സ്റ്റേജിൽ പ്രത്യേകിച്ച് സഹോദരിമാർ എത്തേണ്ടത് എന്നുള്ളതാണ്. അവിടെ സമൂഹത്തിൽ നിന്നും സെസർ പറഞ്ഞൊരു കാര്യം, സമൂഹത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നെഗറ്റീവ് ആംഗിളിലൂടെയാണ്. അഥവാ അവിടെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട്, ആവശ്യമില്ലാത്ത ചേരുവകൾ ചേർത്തുകൊണ്ട് വലിയ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളും ജീവിതത്തിനെ പാടെ തകർക്കുന്ന കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പീസ് റേഡിയോ സ്നേഹക്കൂടിലൂടെ വളരെ ഓപ്പണായിട്ട് ഇതുപോലുള്ള കുടുംബത്തിലേക്ക് ഹൈറിൻ്റെ, നന്മയുടെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും, നേരത്തെ പറഞ്ഞല്ലോ വിവാഹം കഴിക്കുന്നതുകൊണ്ടുള്ള ലക്ഷ്യങ്ങൾ, മവദ്ദത്തൻ വറഹ്മ, അവിടെ ആദ്യത്തെ ആ ഒരു സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും അനുരാഗത്തിൻ്റെയൊക്കെ സ്റ്റേജ് ആണെങ്കിൽ ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന റഹ്മത്തിൻ്റെയാണ്, കാരുണ്യത്തിൻ്റെതാണ്. അവിടെ കാരുണ്യം വേണം. പരസ്പരം ഓരോ കാര്യത്തിലും സഹകരിച്ച് ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ കാരുണ്യം നിലനിൽക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകളായിട്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. ഈ ഒരു കാര്യം കുടുംബാംഗങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ അൽഹംദുലില്ലാഹ് വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കാര്യം. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ സ്ത്രീകൾ നല്ല ആരായിരുന്നാലും ഇപ്പോൾ നിങ്ങളെ ആയാലും എന്നെ ആയാലൊക്കെ ബാധിക്കും. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യത്തിൽ നമുക്കൊരു നല്ലൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കാൻ സാധിച്ചത്. അതിന് ഒരു വലിയൊരു കാരണം എന്താ വെച്ചാൽ, പൊതുവെ അവർ സ്ത്രീകൾ ജോലിക്കൊന്നും പോകാത്തവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലധികം നിൽക്കുന്നവരാണ്. മക്കളെ, കുടുംബത്തൊക്കെ നോക്കി അവർ വീട്ടിലിരിക്കുകയാണ്. അവർ യാത്ര ചെയ്യുന്നില്ല. തീരെ യാത്ര ചെയ്യാത്ത ആളുകളുമുണ്ട്. കാരണം ഭർത്താക്കന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഭർത്താക്കന്മാർ നന്നായി യാത്ര ചെയ്യും, ഭാര്യമാരെ അങ്ങോട്ടും കൊണ്ടുപോകില്ല. ഇതിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തേണ്ടത് ഭർത്താക്കന്മാരാണ്. ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത്, ഇവർ 24 മണിക്കൂറും വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ അതവർക്ക് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ സ്റ്റാറ്റസ്, അല്ലേ, സ്റ്റാറ്റസ് വീഡിയോ, ഇതൊക്കെ ഇപ്പോൾ ചെറിയ കുട്ടികൾ പോലും നമ്മോട് പറയണത് എന്താണ്, എൻ്റെ സ്കൂളിൽ ഇന്ന ഒരു സമ്മാനം വാങ്ങിയപ്പോൾ അത് സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഭാര്യമാരും വാട്സപ്പിൽ കൂടി, യൂട്യൂബിൽ കൂടി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഇത്തരം കാര്യങ്ങൾ നിരന്തരം കാണുന്നു. അപ്പോൾ ഈ ഭർത്താവ് ഈ പെണ്ണിനെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു തരം ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു തരം ആങ്സൈറ്റി സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ഇയാളെ എങ്ങോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ കൂടി എത്തുമ്പോൾ അവർക്ക് വേണ്ടാത്ത കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ, മെഡിക്കൽ ചെക്കപ്പ് വേണ്ടി വരും, പ്രഷർ കൂടും, ഡയബറ്റിക് കൂടും, പലതും കൂടും. ഇതൊക്കെ ചിന്തിച്ചില്ലാതൊക്കെയാണ്, ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന അവരുടെ ചിന്തയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹെൽത്ത് കെയർ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എനിക്കൊന്ന് പോകണം, എന്ത് ഹോസ്പിറ്റൽ, എനിക്ക് എന്താ അസുഖങ്ങൾ, എന്നും എനിക്ക് തന്നെ പണി, കുറേ പൈസ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കളയാന്നുള്ളതല്ല, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് 4 ചാട്ടം അടിച്ചാടും. അതോടുകൂടി പിന്നെ അവൾ സപ്രസ്ഡായി, അല്ലേ. അപ്പോൾ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം. ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു കൗൺസിലിംഗ് കേസ് എനിക്ക് പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ ഈ പെണ്ണിന് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മായിമ്മ മെനോപോസ് സ്റ്റേജിലാണ്, 62-63 വയസ്സുണ്ട്. അപ്പോൾ അമ്മായിമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം അവർക്ക് സ്വയം തോന്നുകയാണ് ലോ സെൽഫ് എസ്റ്റീം, എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെടുന്നു, എൻ്റെ മക്കൾ ഗൾഫിലാണ്, എന്നെ ആരും പരിഗണിക്കുന്നില്ല. ഈ ഒരു ചിന്തയിലാണ് അമ്മായിമ്മ ഉള്ളത്. ആ വീട്ടിൽ യുവതിയായിട്ടുള്ള മരുമകൾ, ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് പാരൻറ്റിങ് ഒരു വലിയ ടാസ്ക്കായിട്ടാണ് ഈ പെണ്ണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സംഗതി പറഞ്ഞാൽ ഈ പെൺകുട്ടി തന്നെ മാനസികമായിട്ട് വീക്കാണ്. ആദ്യമേ അബല, പിന്നെയോ ഗർഭിണി എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മായിമ്മയുടെ പ്രഷർ കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും പിന്നെ അവർക്ക് സൂയിസൈഡ് തോട്ടാ വരുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യുന്ന ഇതിനേക്കാളും നല്ല. കാരണം ഈ വീട്ടിൽ എനിക്കൊരു സൗകര്യമില്ല. ഭർത്താവിനാണെങ്കിൽ ഇവളെ പരിഗണിക്കാൻ സാധിക്കുന്നില്ല. ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മെയ്ഡ് ഫോർ ഈച്ച് അതറാണ് എന്നുള്ള ഒരു ധാരണയിലാണ് അമ്മായിമ്മ ഉള്ളത്. അതുകൊണ്ട് ഇവർ പരസ്പരം അടുക്കുന്നത് അമ്മായിമ്മക്ക് പ്രശ്നമാണ്. ഇത് സ്വന്തമായിട്ട് ഒരു പ്രഷർ കുക്കർ പോലെ ഈ മരുമകൾ അനുഭവിക്കുകയാണ്. അവസാനം അവൾ സൈക്കാട്രിക് ഡ്രഗ്സ് ഉപയോഗിക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഈ കുടുംബത്തെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ഈ മക്കൾ പറയുന്നു, ഉമ്മക്ക് കുറച്ച് തരാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒന്നാമതായിട്ട് നിങ്ങളുടെ ഉമ്മനെയാണ്, രണ്ടാമത് നിങ്ങളുടെ മരുമകളെയാണ്. രണ്ടുപേർക്കും ട്രീറ്റ്മെൻറ്റ് വേണം. കാരണം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഈ പെൺകുട്ടി മാറിപ്പോയി. ഇതങ്ങനെ ആക്കി തീർത്തതാണ്. അപ്പം ഞാൻ പറയുന്നത്, ഒരു മെനോപോസ് സ്റ്റേജിലെത്തുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവർ സോഷ്യലി എൻഗേജ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആദർശ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ എൻഗേജ് ചെയ്യിപ്പിക്കണം. അവർ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശൈത്താന് അവരെ പിടികൂടും. എൻ ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ഡെവിൾസ് ഹോം എന്നൊരു ചൊല്ലുണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരാളുടെ ഭവനം ശൈത്താൻ്റെ വീടാണ്, അല്ലേ. അപ്പോൾ ഈ പെണ്ണിന് എന്ത് വേണം? പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാന് ഭർത്താവ് ഉണ്ടാക്കി കൊടുക്കണം. ഓൺലൈനായിട്ട് അവർക്ക് കോഴ്സുകൾ ചെയ്യാം, ഓൺലൈനായിട്ട് പഠനം നടത്താം.
അതുപോലെ വീട്ടിൽ നല്ല ഗാർഡൻ ഉണ്ടാക്കാം, അതുപോലെ മക്കളുടെ പരിപാലനത്തിന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കാം. അതായത് പെണ്ണ് അവളുടെ ചിന്ത വേണ്ടാത്ത കാര്യത്തിലേക്ക് പോവാതിരിക്കാൻ പറ്റുന്ന നല്ല ചില സംരംഭങ്ങൾ ഭർത്താവിൻ്റെ സഹകരണത്തോടു കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രായത്തിലെത്തിയിട്ടുള്ള ഭാര്യമാരെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റും. പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ ഒരുപാട് മെഡിസിൻസ് അനാവശ്യമായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ കിഡ്നി ഫെയിലിയർ അല്ലേ, കിഡ്നി ഫെയിലിയറിൻ്റെ ഡയാലിസിസ് യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നടക്കുക നമ്മൾ. ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, ഡയാലിസിസ് യൂണിറ്റ് വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്. ഡയാലിസിസിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ എത്തുന്നു, അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിനുള്ള പ്രതിവിധി അത് നമ്മൾ കണ്ടെത്തണം. മാനസികാരോഗ്യ തലത്തിൽ വലിയ വീഴ്ച സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ രോഗങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാനുള്ള റെമഡിയൽ മെഷേഴ്സ്, പരിഹാരങ്ങൾ എന്ത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിലെത്തുമ്പോൾ അവരനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു സപ്പോർട്ടീവ് മെക്കാനിസം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതായത് ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളത് വലിയ ഒരു സംഗതിയാണ്. അവരെ കൂട്ടി യാത്ര ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കുക. പ്രായം ചെന്ന ആളുകൾക്ക് വേണ്ടത് അല്പം ഫ്രീഡമാണ്. അപ്പോൾ അവരെ കൂട്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവരത് ആസ്വദിക്കും. വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാനും നല്ല കാര്യങ്ങൾ എൻഗേജ് ചെയ്യാനും സ്ത്രീകൾക്ക് നമ്മൾ അവസരം കൊടുക്കുകയാണ്. ഇതാണ് ഇതിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനം. നല്ലൊരു നിർദ്ദേശമാണ് നിങ്ങൾ പറയുന്ന സമയത്ത്. ഇത് ഒരു അർത്ഥവിരാമമുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെയൊക്കെ സ്ത്രീകൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും സ്കൂള്, പിന്നെ തിരക്കുകൾ, ഇതുപോലുള്ള പ്രോഗ്രാംസുകളൊക്കെ ചെയ്യുമ്പോൾ ഭാര്യ വീട്ടിലിരിക്കണം. അവർക്ക് പലപ്പോഴും ഒന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരുപാട് തിരക്കുകൾ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഒഴിവാക്കാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം അവരുടെ മാനസികാരോഗ്യത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ വിഷയമാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ അവിടെ ഏത് പ്രായത്തിലുള്ള സ്ത്രീകളാണെങ്കിലും വീട്ടിൽ ഒതുങ്ങി ഒറ്റയ്ക്കിരിക്കുന്ന അവസരമാണെങ്കിൽ, അവസ്ഥയാണ് അവർക്കുള്ളത് എങ്കിൽ തീർച്ചയായും അവർ മാനസികമായി ഒരുപാട് പ്രയാസങ്ങളിലേക്കും അത് മുഖേന ശാരീരികമായ രോഗങ്ങളിലേക്കും എത്തിച്ചേരുമെന്നുള്ളതാണ്. അവിടെ അവർ എൻഗേജ് ചെയ്യാൻ ഇന്ന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഓൺലൈനിലുള്ള പല മേഖലയിലുള്ള ക്ലാസ്സുകളിൽ അവർക്ക് പങ്കാളികളാവാം. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ മറ്റുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അതുപോലെയുള്ള ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകാനും സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ഏതൊരു വീട് എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു പരിസരമൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ അവർക്ക് പറ്റുന്ന, അവർക്ക് താല്പര്യമുള്ള ഒരു വെജിറ്റബിൾ ഗാർഡനോ അല്ലെങ്കിൽ സാധാ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അവരുടെ മനസ്സിന് ഉന്മേഷം ലഭിക്കുന്ന, ആവേശം ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുകയും അതിനെ ഭർത്താക്കന്മാർ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. അവരൊരു എൻകറേജ്മെൻറ്റ് അവർക്ക് കൊടുക്കണം, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി ആ ചെടി ഇന്ന് വളരെ ഭംഗിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് നിൻ്റെ ക്ലാസ് ഞാനും കേട്ടു, ആ ഒരു ക്ലാസ് വളരെ ഭംഗിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, ഇതുപോലെ ക്ലാസ്സൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിനക്ക് എവിടെയൊക്കെയോ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളൊരു ചെറിയൊരു വാക്ക് മതിയാവും അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാവുന്നതാണ്. അതിനേക്കാളും വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്കാണ് സർ അവസാനമായി പറഞ്ഞു വെച്ചത് എന്നുള്ളതാണ്. അഥവാ നമ്മുടെ നാടുകളിൽ പല മേഖലയിലുള്ള ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു വരികയാണ്. ഡയാലിസിസ് സെൻ്ററുകൾ അതിലൊരു ഡയാലിസിസ് സെൻ്ററുകൾ ആവശ്യമാണ്, വേണം. പക്ഷേ എന്തുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസ് ഇത്ര അധികം കൂടുന്നു എന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ മാനസികാരോഗ്യത്തിന് വലിയ പങ്കുണ്ട് എന്നത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ അഭിപ്രായമായിട്ട് കണക്കിലെടുത്ത് നമ്മളൊക്കെ എല്ലാവരും നന്നാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും നമ്മളും നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ കീഴിലുള്ള ആളുകളിലേക്കെങ്കിലും നല്ലൊരു മാനസികാരോഗ്യം കൊടുക്കാൻ നമുക്ക് എന്തുകൊണ്ട് പരിശ്രമിച്ചുകൂടാ? ആ ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. അടുത്തൊരു ഇതുപോലുള്ളൊരു വളരെ ഉപകാരപ്പെടുന്ന പോയിന്റുകളാണ് നമ്മൾ ഓരോന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ ഒരാളെ ഫീലിങ്സ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ആ ഫീലിങ്ങിൻ്റെ ആഴം നിങ്ങൾക്കേ അറിയുള്ളൂ. അതിനിപ്പോൾ എന്താ അതപ്പോൾ എന്നെ പുത്രാക്കുന്നത് ഈ നിലക്ക് ബിലിറ്റിൽ ചെയ്യുന്ന, കൊച്ചാക്കുന്ന സംസാരങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മളെടുത്തുനിന്ന് ഉണ്ടാവും. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഓരോരുത്തരുടെ ഫീലിങ്സ് അവർക്ക് വലുതാണല്ലോ. അപ്പോൾ ആ ഫീലിങ്സ് നമ്മുടെ ഭാര്യമാർ നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ മെനോപോസ് സ്റ്റേജിൽ ഷെയർ ചെയ്യുമ്പോൾ അതിനെ വാലിഡേറ്റ് ചെയ്യുക, അതിനെ അംഗീകരിക്കുക, അതിനെ ഉൾക്കൊള്ളുക, അതിനെ മുഖവിലക്കെടുക്കുക. ഒരിക്കലും അത് കളിയാക്കരുത്. കാരണം അവർ നമ്മോട് അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾ അവർ അന്വേഷിക്കും. അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് 3, 4, 5 കുട്ടികളൊക്കെ ആയിട്ട് വേറെ ആളെ തേടി പോവാണ്. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് ആളെ കിട്ടില്ല. കാരണം മൂപ്പര് ബിസിനസ് തിരക്കിലാണ്, അല്ലെങ്കിൽ മറ്റ് പല സാമൂഹ്യ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെയാണ്. സംഘടനയും സമൂഹമൊക്കെ നടക്കണം. ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഇൻ്റഗ്രിറ്റി എന്നുള്ളതും എംപവർമെൻറ്റ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കൂടെ നമ്മുടെ ഏറ്റവും ക്വാളിറ്റി ടൈം ചിലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര തിരക്കിലാണെങ്കിലും അവർക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കുട്ടികൾക്കും പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ എൻകറേജ് ചെയ്യണം നമ്മൾ. അതിന് പറ്റുന്ന ചില മെത്തഡോളജിയാണ് എക്സസൈസുകൾ. രാവിലെ കുറച്ച് സമയം അവർക്ക് ഫിസിക്കൽ എക്സസൈസിന് വേണ്ടി അവർ നീക്കി വെക്കണം. പ്രത്യേകിച്ച് ബ്രീത്തിങ് എക്സസൈസ്.
അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ള ഏറ്റവും നല്ല ഒരു വ്യായാമം തന്നെയാണ്. കാരണം അതിന് 2 തലത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള എംപവർമെൻറ്റ്, രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനെയും എംപവർ ചെയ്യുന്നുണ്ട്, മനസ്സിനെ എംപവർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ ഉറക്കിൻ്റെ കുറേ പ്രശ്നങ്ങൾ അവർക്ക് ഈ സമയത്തുണ്ടാവും. ഉറക്കം കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഉറക്കം വരുന്നില്ല, സ്ലീപ്പ് ഡിസോർഡർ. അപ്പോൾ ഉറക്കം കിട്ടുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് ഉറങ്ങാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പരിഹാരമാണ്. നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതും നേരത്തെ ഉറങ്ങുക എന്നുള്ളതും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റം ഉറക്കം ലേറ്റാക്കുന്നു എന്നുള്ളതാണ്. 12 മണി 1 മണിക്കൊക്കെ ഉറങ്ങുന്നവരുണ്ട്. ഇത് ബയോളജിക്കലി വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ ശരീരം റെസ്റ്റ് ആവശ്യപ്പെടുന്ന ഒരു സമയം ഒരു 9-9:30 മണിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം വളരെ കറക്റ്റാണ്. ഇശാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ വർത്താനം പറഞ്ഞ് ഇരിക്കരുത് എന്നുള്ളതിലുള്ള സൈക്കോളജി എന്താ? ആ സമയത്തിന് ശേഷം ശരീരത്തിന് വേണ്ടത് റെസ്റ്റാണ്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ എങ്കിലും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4-4:30 നമുക്ക് എഴുന്നേൽക്കാം. അപ്പോൾ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും. അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പ്രായത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷ്യസ് ഫുഡ്, പോഷകാഹാരം എന്നുള്ളത് നമ്മൾ സ്നേഹത്തോടു കൂടി നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭാര്യയുടെ ആരോഗ്യ വിഷയത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഭാര്യയ്ക്ക് ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വർദ്ധിക്കുക തന്നെ ചെയ്യും. ഓക്കെ, എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. വളരെ ഉപകാരപ്പെടുന്ന ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഇന്ന് മുന്നോട്ട് വെച്ചുള്ള സ്നേഹക്കൂട് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അത് ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ സ്നേഹക്കൂട് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സജഷൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അതല്ലെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് നൽകാം. അതുപോലെ ലഭിക്കുന്ന ഫീഡ്ബാക്കിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് പലപ്പോഴും സ്നേഹക്കൂടിൻ്റെ വിഷയങ്ങളായി പരിഗണിക്കാറുള്ളത്, നിങ്ങളുടെ മുന്നിലേക്ക് എത്താറുള്ളത്. എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനായ സാറിനുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ ഉണ്ടാവണം, പീസ് റേഡിയോയിലെ പിന്നണി പ്രവർത്തകരുണ്ടാവണം, എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.